ഉക്രൈനെ സാമ്പത്തികപരമായി തകർക്കുക, അത് ഇറാൻ റഷ്യയ്ക്ക് ഉപദേശം നൽകിയ കൃത്യമായ രീതിയാണ്. റഷ്യ ഇപ്പോൾ ഉക്രൈനെ ആക്രമിക്കുന്നത് ഇറാൻ്റെ ഷഹീദ് മോഡലിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. ഒന്ന് ആലോചിക്കണം, ഇറാൻ്റെ ഡ്രോണുകളുടെ ബ്ലൂ പ്രിൻ്റ് റഷ്യ അവരുടെ ആഭ്യന്തര ഫാക്ടറികളിൽ നിർമ്മിച്ചുകൊണ്ട് അത് പ്രയോഗിച്ച് ഉക്രൈനെ സദാ വിറളി പിടിപ്പിക്കുകയാണ്. ഓരോ നിമിഷവും ഉക്രൈൻ ഭയത്താൽ ഭീതിയാൽ കഴിയുകയാണ്. ഉക്രൈനിലെ പല ടെറിട്ടറികളും റഷ്യയിലേക്ക് അനക്സ് ചെയ്യപ്പെടും എന്ന് ഏറെക്കുറെ വിശ്വാസം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉക്രൈൻ വളരെ വൈകാതെ ഉക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യൻ ടെറിട്ടറിയുടെ ഭാഗമാകും. റഷ്യ വിചാരിച്ചതുപോലെ സോവിയറ്റ് യൂണിയൻ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് ഇറാൻ വലിയൊരു കാരണമായി മാറും എന്ന് നമുക്ക് പറയാം. നിസ്സംശയം പറയാൻ കഴിയുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇറാൻ ഷഹീദ് ഡ്രോണുകൾ നേരത്തെ റഷ്യക്ക് കൈമാറിയിരുന്നു. എന്താണ് ഷഹീദ് ഡ്രോണുകൾ? കൃത്യമായി ഇറാന്റെ ചിഹ്നങ്ങൾ മുദ്ര പതിപ്പിച്ച ഇറാൻ നിർമ്മിത ഡ്രോണുകൾ റഷ്യക്ക് കൊടുത്തിരുന്നു. വലിയ ദൂരവ്യാപകമായി ഒന്നും സഞ്ചരിക്കാൻ കഴിയാത്ത, എന്നാൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ചെറുകിട ഡ്രോണുകളാണ്. അത് ദൂരവ്യാപകമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കൊന്നും എത്തത്തില്ല. പക്ഷേ അത് ചിലവ് കുറഞ്ഞ സാധനങ്ങളാണ്. ഇപ്പോൾ ഉക്രൈന് തിരിച്ച് റഷ്യയെ ആക്രമിക്കണമെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ആക്രമിക്കാൻ കഴിയില്ല. കാരണം ഏതൊക്കെ രീതിയിൽ തിരിച്ചടി ഉക്രൈൻ ഇനി നടത്തിയാലും റഷ്യ തുരുതുര ഷഹീദ് മോഡലിലുള്ള ഡ്രോണുകൾ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉക്രൈൻ്റെ സർവനാശത്തിന് എല്ലാ രീതിയിലും റഷ്യ അതിനുവേണ്ടിയുള്ള മുദ്ര പതിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഉക്രൈനെ സാമ്പത്തികപരമായി തകർക്കുക എന്നത് കൂടിയാണ് റഷ്യയുടെ ലക്ഷ്യം. ഉക്രൈൻ തിരിച്ചടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. റഷ്യക്ക് അതറിയാം. ഇറാൻ എന്തുകൊണ്ടാണ് റഷ്യക്ക് ഇത്രയധികം സഹായം ചെയ്തു കൊടുക്കാൻ വെമ്പുന്നത്? ഇറാന് കൊടുത്ത സഹായം ചെറുതല്ല. ഇസ്ഫഹാനും ഫോർദോയും ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾക്ക് റഷ്യൻ സൈന്യത്തിൻ്റെ സുരക്ഷ, അതും അതിനിർണായകമായ ഘട്ടത്തിൽ നൽകുമ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ അത് ചെയ്തിരിക്കും. ഖമനേയി പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ്. പുടിന് ഏത് രീതിയിലുള്ള സഹായവും നൽകാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമായി നിൽക്കുകയാണ്. ടെഹ്റാനും മോസ്കോയും അത്രമേൽ അടുത്തിരിക്കുന്നു. ഏത് പാശ്ചാത്യ ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ചാൽ കഴിയും എന്നുകൂടി ഖമനേയി ഒരു വാക്ക് പറഞ്ഞു.